യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ്. അതെ, നാം തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ചതായ ഉപമകളെക്കുറിച്ചാണല്ലോ. ഇന്ന് നാം പഠിപ്പാൻ പോകുന്നത് കല്യാണ വസ്ത്രത്തെക്കുറിച്ച് ഉള്ള ഉപമയാണ്. അത് കല്യാണ വസ്ത്രമില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ആണ് നാം ചിന്തിക്കുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനത്തിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതേ, കല്യാണ വസ്ത്രമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചുള്ള ഉപമയെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ അത് അടിയങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം അത് പ്രതിഫലിക്കുന്നുവെന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വേണ്ട ആലോചനകളെ തിരുവചനം ഞങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതിന് പ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പാൻ വേണ്ടി ഭൗമികമായ അവരുടെ ദൈനംദിനത്തോറുമുള്ളതായ കാര്യങ്ങളിലൂടെ അനേകമായ ഉപമകൾ അവർക്കൊരു സാധനാ പാഠങ്ങളായിട്ട് യേശു ക്രിസ്തു നൽകുകയുണ്ടായി. അതെ, പ്രത്യേകിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ അവസാന നാളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തൻ്റെ പരശുശ്രൂഷ അവസാനിച്ചു. ഇനിയും അതേ അവസാന നാളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അതേ കർത്താവ് അവരോട് ഒരു ഉപമ പറഞ്ഞതായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്. ആ ഉപമ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22 ഞാൻ എടുത്ത് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സാദൃശ്യം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. രാജാവ് ശുശ്രൂഷക്കാരോട്, അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നു പറഞ്ഞു. അതെ, ഇതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്, ദ പാരബിൾ ഓഫ് ദ വെഡ്ഡിംഗ് ഗാർമെൻറ്റ് ഓപ്പൺ ബിഫോർ അസ് എ ലെസൺ ഓഫ് ദ ഹയസ്റ്റ് കോൺസിക്വൻസസ്. അതായത് എന്താണ് അവസാനമായിട്ട് അല്ലെങ്കിൽ എന്താണ് പരമോന്നതമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ബൈ ദ മാരേജ് ഈസ് റെപ്രസെൻറ്റഡ് ദ യൂണിയൻ ഓഫ് ഹ്യൂമാനിറ്റി വിത്ത് ഡിവിനിറ്റി. അതായത് സ്വർഗവും ഭൂമിയും അല്ലെങ്കിൽ ദൈവികവും മാനുഷികമായ കാര്യങ്ങൾ ചേരുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അതുപോലെ ദ വെഡ്ഡിംഗ് ഗാർമെൻറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്യാരക്ടർ which all must possess, who shall be accounted fit guest for the wedding. അതായത് കല്യാണ സദ്യയിൽ അതേ യോഗ്യമായ വസ്ത്രം ധരിച്ച് നിൽക്കുവാൻ വേണ്ട യോഗ്യത അല്ലെങ്കിൽ നല്ല സ്വഭാവം ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ അത്താഴ സദ്യ, അതായത് അവസാനത്തെ വിരുന്ന് എന്ന് കാണിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, അതുപോലെ തന്നെ ദൈവം അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നതായ വലിയ സദ്യയിലേക്ക് ഉള്ളതായ ഒരു സ്വാഗതമായിട്ട് ഇത് നാം ഇവിടെ കാണുകയാണ്. അതേ, ഈ ഉപമയിൽ പ്രത്യേകിച്ച് അതേ താൻ വിളിച്ച വിരുന്നുകാരെക്കുറിച്ച് പറയുമ്പോൾ അത് യഹൂദ വംശത്തിനാണ് ദൈവം ആദ്യം അതിനുള്ള സന്ദർഭം ചാൻസ് കൊടുത്തത്. എന്നാൽ അവർ അത് നിഷേധിക്കുന്നത് കൊണ്ട് എന്താണ് ദൈവം മറ്റുള്ളവരെ പുറത്തുനിന്ന് വിളിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. എന്നാൽ വിളിച്ചാൽ തന്നെയും അവിടെ കല്യാണ വസ്ത്രം ധരിക്കുന്ന ഒരു ആവശ്യത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. അതേ മുമ്പ് ഞാൻ പഠിച്ചതായ ഉപമയിലും പറഞ്ഞല്ലോ. അതേ, പിന്നെയും അവൻ ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച് മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്ന കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അവരുടെ മനസ്സിനെ ഒരുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? അത് അവസാന കാലത്ത് സംഭവിപ്പാൻ പോകുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സ്വഭാവം, അത് നല്ല സ്വഭാവമുള്ളവരായി തീരുവാൻ വേണ്ടി ഉള്ള ഒരു ക്ഷണം, അതാണ് ഈ കല്യാണ സദ്യയിലൂടെ നാം കാണുന്നത്. അതേ, കർത്താവ് താൻ വിളിച്ചവർ വരാഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോൾ ഉപമയിലൂടെ പറഞ്ഞത്, രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ഈ കുലപാതകന്മാരെ മുടിച്ചു കളഞ്ഞു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു.
അപ്പോൾ ഇതൊക്കെയും സംഭവിപ്പാൻ തക്കവണ്ണം പോവുകയാണ്. കാരണം ന്യായവിധിയുടെ സമയം, അതായത് നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യരായി തീർന്നില്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നു? അതിന് പറ്റിയ ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവം വിളിക്കുകയാണ്. അപ്പോൾ ഈ വിളി ഇപ്പോഴും എപ്പോഴും, അത് ആ കാലത്തുമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് മുതൽ ഇന്ന് വരെയും ഉണ്ട്. ആയതുകൊണ്ട് രാജാവ് ആരാണ്? മറ്റാരുമല്ല, ദൈവമാണ്. ആ ദൈവം അത് കർത്താവായ യേശു ക്രിസ്തുവോടൊപ്പം വലിയൊരു അത്താഴ സദ്യയ്ക്കായി അല്ലെങ്കിൽ അവസാന നാളിൽ വരുന്ന ഒരു വലിയ സദ്യയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരുക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ കല്യാണം അല്ലെങ്കിൽ ഈ ഒരു വിവാഹ സദ്യ, ഈ അത്താഴം എന്ന് പറയുന്നത് ന്യായവിധിയുടെ നാഴികയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് വെളിപാടുകാരൻ പറയുന്നത്? 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ, അതെ, നമുക്കറിയാം, ഒന്നുകിൽ നല്ലവനായി നിത്യജീവിതം പ്രാപിക്കുക, അല്ലെങ്കിൽ നരകത്തിൽ നിത്യമായ നാശത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് നടക്കുവാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് നാം എങ്ങനെയുള്ളവരായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ഒരുക്കത്തെക്കുറിച്ച്, അതായത് കല്യാണ വസ്ത്രത്തെക്കുറിച്ച് വെളിപാടുകാരൻ 19 അധ്യായത്തിൽ 8 വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു: അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ എന്ത് ചെയ്തിരിക്കുന്നു? കൃപ ലഭിച്ചിരിക്കുന്നു. ഈ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. കറ, ചുളുക്കം മുതലായവയൊന്നുമില്ലാത്ത സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ്. അതെ, ആ മാതൃക ഏത് രീതിയിലാണ്? അതായത് താൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അതെ എങ്ങനെ ദൈവ സ്വഭാവം പൂർണ്ണമായി അവനിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതെ, അതിനെക്കുറിച്ച് പറയുന്നത് അതെ ദൈവത്തിൻ്റെ സഭയും എങ്ങനെയുള്ളതായിരിക്കണം? കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായ ദൈവമാണ്. അപ്പോൾ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വസ്ത്രത്തിൽ കറയുണ്ടെങ്കിൽ അത് ഒരു വെല്ലാഴികയാണ് നമുക്ക്. കാരണം ആ ഒരു കറ കാണുമ്പോൾ അത് എങ്ങനെയെങ്കിലും അത് മാറ്റുവാൻ തക്കവണ്ണം ഉള്ള പരിശ്രമം മനുഷ്യൻ ചെയ്യാറുണ്ട്. കാരണം കറ ഒരു 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 വല്ലാത്ത ഒരു, അതായത് നമുക്ക് ഇഷ്ടകരമല്ലാത്ത ഒരു ചിന്ത. അതുപോലെ തന്നെ കണിശമായിട്ടും എല്ലാവരും പുറത്തിറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ വരുമ്പോൾ അലക്കി തേച്ച വസ്ത്രം, അതായത് അതിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുളുക്കമില്ലാതിരിക്കുക. കാരണം മറ്റുള്ളവർ മുമ്പാകെ അവരുടെ വസ്ത്രം വളരെ നല്ല മോടിയായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നല്ല സ്വഭാവമുള്ളവരായി ഇരിക്കുവാൻ വേണ്ടി ഉള്ളൊരു പ്രവണത, അത് എല്ലാവർക്കും ഉള്ളൊരു പ്രവണതയാണ്. കാരണം അലക്കി തേച്ച വസ്ത്രം ധരിച്ച് അതേ പള്ളിയിൽ പോവുക, അതുപോലെ വിവാഹ കാര്യങ്ങൾ സംബന്ധിക്കുക, എന്തെങ്കിലും ചടങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മോടിയോടെ വസ്ത്രം ധരിച്ച് വരുവാൻ തക്കമുള്ള ഒരു താല്പര്യം. അതുപോലെ തന്നെ സ്വർഗീയത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മിൽ കറയോ നമ്മിൽ ചുളുക്കമോ ഒന്നുമില്ലാതെ, അതിനെക്കുറിച്ച് പറയുന്നത് ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ ആരെ? യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ പ്രതിദാനം ചെയ്യുന്നതായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ നീതിயின் വസ്ത്രം ധരിക്കണം. അതാണ് ഈ കല്യാണ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെക്കുറിച്ച് എന്താണ് തിരുവചനം പറയുന്നത്? നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ 64:4 പറയുന്നത്, നിങ്ങളുടെ ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാകുന്നു. അതെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. കറ പുരണ്ട തുണി എന്നുള്ളതിനെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞു. എന്നാൽ ജീവിതത്തിൽ കറ പുരണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ഇഷ്ടകരമല്ലാതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വൈക്ലഭ്യം. എന്തിന്? കാരണം നമ്മുടെ വസ്ത്രം ശരിയല്ല. അവർ കഴിയുന്നിടത്തോളം വസ്ത്രം മാറ്റി വേറെ ഇടുവാൻ തക്കവണ്ണം പരിശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ എൻ്റെ സേവനം അതായത് പാസ്റ്ററായിരുന്നതായ നാളുകളിൽ ഒരു ദിവസം ഏതോ ഒരു ചടങ്ങിന് പോകാൻ തക്കവണ്ണം ഞാൻ ഒരു വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹധർമ്മിണി പറഞ്ഞു, ആ വസ്ത്രം ശരിയല്ല. അപ്പം എനിക്ക് മുൻവശത്ത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, അതിൻ്റെ പുറകുവശത്ത് എന്തോ ചില കറകളുണ്ടായിരുന്നു. അപ്പോൾ ആ കറ ഉണ്ടായിരുന്നുകൊണ്ടുള്ള പ്രയാസം പിന്നീട്, അതായത് അത് ഞാൻ കാണുന്നില്ല.
അപ്പോൾ അത് കണ്ടതായ സഹധർമ്മിണി പറഞ്ഞു, ഇല്ല അത് മാറ്റണം. ഉടനെ ഞാൻ വസ്ത്രം മാറി ആ ഷർട്ട് മാറി വേറൊരു ഷർട്ട് ഇട്ടു. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചു. ആ ഷർട്ടിൻ്റെ പോക്കറ്റിലായിരുന്നു പൈസ വെച്ചിരുന്നത്. അതോടുകൂടി പൈസയും ഞാൻ തിരിച്ച് അപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. പിന്നീട് അതിൻ്റെ അനന്തരഫലമുണ്ടായിരുന്നു. പക്ഷേ ആ കറ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ്, അത് ആ ചടങ്ങിന് പോകാനൊക്കണം അത് വിസമ്മതിച്ചു. അപ്പോൾ അത് ആർക്കായാലും, അത് കാണുന്നവർക്കും അല്ല, ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു മനസ്സിന് ഒരു പ്രയാസമാണ്. അതുപോലെ തന്നെ കാണുന്നവർക്കും അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയുള്ളതാണ്? കറയില്ലാത്തവരായി. അതായത് നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും എങ്ങനെയുള്ളതാണ്? കറ പുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് അത് നമുക്ക് ഇഷ്ടകരമല്ലാത്തതുപോലെ തന്നെ ദൈവത്തിനും ഇഷ്ടമല്ല. ഈ കറ പുരണ്ട തുണി എന്ന് പറഞ്ഞാൽ, കറ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പാപത്തെക്കുറിച്ചാണ്. അല്ലാതെ വെറും ചിലപ്പോൾ നമ്മുടെ ഒരു വാഴക്കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറയോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പാപം, അതായത് എല്ലാ കാര്യം, അതായത് ദൈവസന്നിധിയിൽ പാപത്തിൽ നിലനിൽക്കുവാനൊക്കെ സാധിക്കുകയില്ല. പാപത്തെക്കുറിച്ച് പറയുന്നത് കൽപ്പനാലംഘനമാണ്. എന്ത് പാപം? പാപം അധർമ്മം തന്നെ എന്ന് മലയാള വേദപുസ്തകത്തിൽ പറയുന്നു. അത് ഇംഗ്ലീഷ് പറയുമ്പോൾ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് സിൻ. അപ്പോൾ അത് നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പോകാനൊക്കെ സാധിക്കുകയില്ല. കാരണം പാപവും ദൈവവും തമ്മിൽ വലിയ ഒരു അകൽച്ചയാണ്. കാരണം ദൈവസന്നിധിയിൽ പാപത്തിൽ നിൽക്കുവാനൊക്കെ സാധിക്കുകയില്ല. കാരണം ദൈവം എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ദൈവം കൽപ്പന ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ കൽപ്പനാലംഘനം പാപമായിട്ട് മാറുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ താൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40:8. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട്, അതായത് അതിൻ്റെ നമ്മൾ അവിടുത്തെ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുമ്പോൾ അതെ നാം പാപം ചെയ്യാതിരിക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപാധി എന്താണ്? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കരുതുക. അതെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിശാചായവൻ തന്നെ പരീക്ഷിപ്പാൻ തക്കവണ്ണം ഉള്ള അനവധിയായ വഴികൾ അതെ എന്തൊക്കെയാണ് ചെയ്തത്? അത് ഞാൻ പറയുന്നില്ല, കാരണം സമയമില്ല. എന്നാൽ ഓരോ പരീക്ഷണം വന്നപ്പോഴും തിരുവചനം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷകളെ നേരിടുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു. ആയതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും അതെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ അത് കണിശമായിട്ടും അതെ പാപ വഴികളിൽ നിന്ന് മാറി നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ അതെ ദാവീദ് രാജാവ് പാപം ചെയ്തതിന് ശേഷം അത് നിർമ്മലമായൊരു ഹൃദയം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഈസോപ്പ് കൊണ്ടിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊക്കെയും അതായത് ദൈവവുമായി നാം ചേർന്ന് പോകുമ്പോൾ പാപ വഴികളൊക്കെയും ഇല്ലാതായിത്തീരും. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നാം എന്ത് ചെയ്യണം? അവൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അതെപ്രകാരമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നീതിയിൻ വസ്ത്രം ധരിക്കുക എന്ന് ഉള്ളത് ഒന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതുപോലെ നാമും യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. ആ യേശു ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം, അതിനുള്ള വഴികളാണ് നാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3:24 ഇപ്രകാരം 24 അതുപോലെ 2:3 ഞാൻ വായിക്കുന്നത്, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനെ അറിയുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ അവനിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു. അതെ എന്നുള്ളത് അതെങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം അറിയും. ആയതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ളതായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേ ഒരു ഉദാഹരണി പറയുന്നത്, ദ ജെന്യുവിൻ കൺവേർഷൻ, ദിസ് ഈസ് ദ ജെന്യുവിൻ എവിഡൻസ് ഓഫ് കൺവേർഷൻ, വെദർ അവർ പ്രൊഫഷൻ ഇറ്റ് അമൗണ്ട്സ് ടു നത്തിങ് അൺലെസ് ക്രൈസ്റ്റ് ഈസ് റിവീൽഡ് ഇൻ ദ വർക്ക്സ് ഓഫ് റൈറ്റ്യസ്നെസ്. നീതി ജീവിതത്തിന് യേശുവിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. ആയതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയമായ പ്രൊഫഷൻ അത് എങ്ങനെയുള്ളതാണ്? അതൊരിക്കലും പിശാചിനടിമപ്പെട്ട് പിശാചിൻ്റേതായ ഒരു താല്പര്യത്തിലല്ല, പിന്നെയോ ദൈവികമായിട്ടുള്ളതായിരിക്കണം. അതെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അവനിൽ പഴയതൊന്നുമില്ല.
അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല. അതായത് ക്രിസ്തുവിലുള്ള വ്യക്തി എന്താണ്? അവൻ ദൈവത്തോട് കൂറുള്ളവനായിരിക്കും. അവൻ ദൈവകാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലായിരിക്കും. ആയതുപോലെ തന്നെ ദൈവികമായ അല്ലെങ്കിൽ ദൈവം തരുന്നതായ നീതി പ്രാപിക്കുന്നവനായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കാലത്ത്, അതായത് നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന് കളഞ്ഞിട്ട്, അതായത് ദൈവികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലൗകികമായതിനു വേണ്ടി ജീവിക്കുകയാണ്. എന്താണ് ലൗകികം എന്ന് പറയുന്നത്? അതായത് ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, പഴയ കാലത്ത് ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെയും തിരുവചനം വായിക്കുക, പഠിക്കുക എന്നുള്ളൊരു പ്രമുഖ സ്ഥാനം കൊടുത്ത്, ഇന്നപ്പോൾ അതിലല്ല. ആ സമയമെല്ലാം ഇങ്ങനെ വേറെ ചില കാര്യങ്ങൾ എടുത്തു മാറ്റുകയാണ്. അതുകൊണ്ട് എന്താണ് വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 21:34 ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ ഹൃദയമൊക്കെയും അതിഭക്ഷണത്തിൽ മുഴുകിക്കഴിയുകയാണ്, മദ്യപാനത്തിൽ കഴിയുകയാണ്, ഉപജീവന ചിന്തകൾ. അപ്പോൾ ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും അതെ മനുഷ്യൻ്റെ പൂർണ്ണ സമയം എടുക്കുകയാണ്. കാരണം ചിലരൊക്കെ നെട്ടോട്ടമാണ്. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ കാശുണ്ടാക്കുവാൻ. കൂടുതൽ കാശുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതൊക്കെയും നല്ലപോലെ ആഹാരം ചെയ്യുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മദ്യപാനത്തിന് വേണ്ടി. അതുപോലെ തന്നെ പിന്നെ ഉപജീവന ചിന്തകൾ, അതായത് എങ്ങനെ ജീവിക്കും, എന്തുടുക്കും, എന്ത് ധരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യന് അവൻ്റെ സമയം ചില ഭാരപ്പെടുകയാണ്. എന്നാൽ അതൊക്കെയും നിങ്ങൾക്ക് അവസാനിച്ചിട്ട്, അതായത് നമ്മുടെ അന്ത്യം അത് എന്നേക്കുമായിട്ട് ഈ ഭൂമിയിലുള്ളതായ ജീവനുള്ള ദേശത്ത് വിട പറയുന്ന ആ ഒരു നാഴി വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട്, അതായത് കർത്താവിൻ്റെ വീണ്ടും വരവ്. അതെ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുക എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വീണ്ടും അതേ വെളിപാടുകാരൻ പറയുമ്പോൾ, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നമായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ ഉടുപ്പ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ, അത് എപ്രകാരമുള്ളതായിരിക്കണം? ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് അനവധിയായ രോഗങ്ങൾ, പ്രത്യേകിച്ച് പറയുമ്പോൾ അതേ അറിയാൻ പാടില്ലാത്തതായ അനേക രോഗങ്ങൾ ഈ ഭൂമിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതേ പത്രവാർത്തയിൽ പറയുന്നത് എന്താണ്? ആ വ്യക്തി അതേ 16 വയസ്സേ ഉണ്ട് എങ്കിലും അതേ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെക്കുറിച്ച് അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ അവന് വിവാഹം കഴിച്ചതേ ഉള്ളൂ, അതേ ഒരാഴ്ച കഴിഞ്ഞു തൻ്റെ വേല സ്ഥലത്ത് പോയി ഒരു കാർ ആക്സിഡൻ്റായിട്ട് മരിച്ചു. ഇതൊക്കെ പത്രത്തിൽ നാം ദിനംതോറും കാണുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ അതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നതാണ് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം, അല്ലെങ്കിൽ താൻ പൂർണ്ണമായിട്ട് അത് ദൈവം തന്നിരിക്കുന്ന പോലെ, ദൈവം സമാനമായിട്ട് നൽകിയിരിക്കുന്ന പോലെ നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കുന്നില്ല. അതിനു മുൻപായിട്ട് പടുമരണത്താൽ ഈ ഭൂമിയിൽ ജീവനുള്ള ദേശത്ത് മാറിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കുക. അതേ വെറും ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? കാരണം നാം വായിച്ചല്ലോ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ഒരുക്കം എങ്ങനെയുള്ളതാണ്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ജാഗരിച്ച് കൊള്ളുക. കാരണം അങ്ങനെയുള്ളവർ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മുടെ സമയം, അതുപോലെ നമ്മുടെ കഴിവുകൾ, നമ്മുടെ ദൈവം തന്നിരിക്കുന്നതായ ഓരോ ഉപാധികളും എപ്രകാരമാണ് നാം സൂക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് കല്യാണ വസ്ത്രത്തിന് യജമാനൻ വന്ന് നാഴികയിൽ അവിടെ കണ്ടത് എന്താണ്? കല്യാണ വസ്ത്രം ധരിക്കാത്തതായ ഒരു മനുഷ്യനെ അവിടെ കണ്ടതായിട്ട് പറയുന്നു. കാരണം അവന് ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കറ, ചുളുക്കം എന്നിങ്ങനെ ആദിയായ കാര്യങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഉള്ളൊരു താല്പര്യമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആയതുകൊണ്ട് ആ യേശുവിൻ്റെ നീതിயின் വസ്ത്രം ധരിച്ച്, യേശു തരുന്നതായ നീതിயின் വസ്ത്രം ധരിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതായ ഒരാവശ്യമുണ്ട്. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഉപമകളിലൂടെ, കർത്താവായ യേശു ക്രിസ്തു മലപ്രസംഗത്തിലൂടെ, കർത്താവായ യേശു ക്രിസ്തു സുവിശേഷങ്ങളിലൂടെ, തൻ്റെ ജീവിതങ്ങളിലൂടെ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥാവിധി നമുക്ക് തിരുവചനത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നു. പക്ഷേ അനവധിയായ അനേക നഗ്ന സത്യങ്ങൾ
അതേ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടതായ ആവശ്യത്തെക്കുറിച്ച് ഒക്കെയും തിരുവചനത്തിൽ നമുക്ക് നല്ലവണ്ണം എഴുതി തന്നിട്ടുണ്ട്. അത് ഈ കർത്താവിൻ്റെ ഉപമകളൊക്കെയും പഠിക്കുമ്പോൾ നമുക്കറിയാം അത് വളരെ സിമ്പിളാണ്, ലളിതമാണ്. അതിൽ നിന്നും പഠിക്കേണ്ട തത്വങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഒരു പാടുമില്ല. പക്ഷെങ്കിൽ അതിനേക്കാളും വലിയ കാര്യങ്ങൾ, അതിനേക്കാളും വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ ചുറ്റുപാടുമുള്ളതുകൊണ്ട് നമുക്കെന്ത് സംഭവിക്കുകയാണ്? നാം മുമ്പേ വായിച്ചു കേട്ടതുപോലെ എന്താണ്? അതായത് അതിഭക്ഷണത്താലും നമ്മുടെ ജീവിതം ചിലവഴിക്കുകയാണ്. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ഭൂമിയിൽ ജീവിക്കണം, മോടിയായിട്ട് ജീവിക്കണം. എന്നാൽ നമ്മുടെ വെറും ആഹാരം കഴിക്കുവാൻ വേണ്ടി ഒരു ജീവിക്കുന്ന കാര്യമല്ല. കാരണം മനുഷ്യനെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ലവണ്ണം ആഹാരം കഴിക്കാനാണ്. നല്ലവണ്ണം ആഹാരം കഴിച്ച് പിന്നെ എന്ത് സംഭവിക്കുന്നത്? ഒന്നുകിൽ ഡയബറ്റിക്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വന്ന് നശിച്ചു പോവുകയാണ്. അപ്പോൾ നാം ഉണ്ടാക്കുന്ന പണമെല്ലാം പിന്നെ ആശുപത്രി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അല്ല പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. അതേ, നല്ല ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം, പ്രത്യേകിച്ച് പറയുമ്പോൾ യേശുവുള്ള ഒരു ജീവിതം, യേശുവിൻ്റെ സ്വഭാവങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ജീവിതം, അങ്ങനെ നാം ജീവിച്ച് അതേ കാലത്തിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തോടുകൂടി ജീവിച്ച് കണിശമായിട്ടും അതേ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അതിനു മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ, അതായത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടി എടുക്കപ്പെടുകയും ചെയ്യുന്ന തിരുവചനം നാം ഓർക്കുക. കാരണം അതിനുവേണ്ടി നാം ഒരുങ്ങണം. അതാണല്ലോ ഇവിടെ പറയുന്നത്, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ട് കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇനിയും കാലം അധികമില്ല. അതേ പ്രിയരെ, നമുക്കറിയാം ഓരോ സംഭവങ്ങളും നമ്മളെ വിളിച്ചു പോകുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് സാധാരണ ഈ മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ അത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കണം. കാരണം നമ്മൾ മരിച്ചവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ മരിച്ചു, എന്നാൽ അടുത്തത് ഞാനാണ്, അല്ലെ നീയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒരുങ്ങുക. എപ്പോഴും ഏത് സമയത്തും. അതിന് പ്രത്യേകിച്ച് ഒരു സമയം പറയുവാനെ കൊണ്ട് സാധിക്കില്ല. പിന്നെ കർത്താവ് വരുവാൻ പോകുന്നു, അവൻ വരുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടുവാനൊക്കെ നാം എല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കുക. നമ്മുടെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തോടുകൂടി ആ സന്തോഷം അനുഭവിപ്പാൻ, സ്വർഗീയമായി നമുക്കൊരുങ്ങിയിരുന്നായ വലിയ കല്യാണ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തോടൊപ്പം സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഈ പഠനങ്ങളൊക്കെയും ഒരു ഉപാധിയായി തീരട്ടെ എന്ന് ഞാൻ കരുതിയാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്നതായ ഈ ധ്യാനയോഗത്തിനു വേണ്ടി കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതായ ഉപമകൾക്കും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്നതായ സത്യങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം. കല്യാണവസ്ത്രത്തെക്കുറിച്ചുള്ളതായ ഉപമ ഞങ്ങൾ ശ്രദ്ധിച്ചു. അടിയങ്ങളുടെ ജീവിതങ്ങളിൽ എങ്ങനെയുള്ളവരാണ് എന്ന് ഒരു വിചിന്തനം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുത്തെ പരിശുദ്ധാത്മാവ് സമാധിക്കുകയും സ്വർഗീയമായതിനെ കാക്ഷിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് ഓഹരിക്കാരാകുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തുയേശുവിൽ കൂടി താഴ്മയുടമനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദിയെ ഞാൻ കരയറ്റുന്നു. കണിശമായിട്ടും നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക. കണിശമായിട്ടും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതാണ്.